അവർക്ക് നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മൊത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് Eight of Cups, King of Swords, Knight of Cups, Page of Cups, World card, Page of Wands energy connection. അതിൽ നിന്ന് 8 of Cups and World card energy connections ആണ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയൊരു ഫേസിൻ്റെ അവസാനമാണ് കാണിക്കുന്നത്. ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ പര്യവസാനമാകാം. അതായത് ഒരു ബന്ധം അതിൻ്റെ ഒരു പര്യവസാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഇവിടെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു ബന്ധം അവസാനിക്കേണ്ടത് തന്നെയാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഗുണമൊന്നുമില്ല എന്ന് മാത്രമല്ല ദോഷങ്ങൾ ഒത്തിരി ഉണ്ട് എന്നുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്തുകൊണ്ടോ ഒരുപക്ഷെ ആ വ്യക്തിയെ ഒരു കാലത്ത് സ്നേഹിച്ചത് കൊണ്ടാവാം നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പ് പോകേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ ടൈം അതിക്രമിച്ചിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണ്ട. പക്ഷേ എന്തോ പുറകോട്ടേക്ക് വലിക്കുന്നു നിങ്ങൾ ആ പാസ്റ്റിൽ തങ്ങി നിൽക്കുകയാണ്. പാസ്റ്റിൽ നമ്മൾ തങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മളെത്ര പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിയാലും പോകേണ്ടത് തന്നെയാണ്. അത് ലൈഫൊന്ന് അത് ഒരു ഫേസ് എൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും അത് എൻഡ് ചെയ്ത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഈ ഒരു ഫേസിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഇത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്താൽ നിങ്ങളത് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അത് ക്ലോസ് ആണ്. അപ്പോൾ നമ്മളത് സമ്മതിക്കാത്ത വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞത് തീർന്നു. പക്ഷേ നമ്മൾ ഫിസിക്കലി അത് തീർന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയാലും മനസ്സുകൊണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ കിടക്കുമ്പോൾ നമ്മൾ പാസ്റ്റിൽ തങ്ങി നിൽക്കും. പ്രസൻറ്റിലേക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഭാവിയിൽ ഫ്യൂച്ചറിലേക്കും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും. അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതം ദുരിതത്തിലാവുന്നു എന്നുള്ളതാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒത്തിരി സ്ട്രോങ് എനർജി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഡിവോഴ്സ് ആയിട്ടുള്ളവരായിരിക്കാം, ഹസ്ബൻഡോ വൈഫോ മരിച്ചു പോയിട്ടുള്ളവരോ, അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ അത് പ്രണയവും അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും, വളരെ അടുപ്പമുള്ള സുഹൃത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സ്, ഈവൻ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് എൻഡ് ചെയ്തു, ഇനി അത് മുന്നോട്ടേക്ക് പോകില്ല. നിങ്ങൾ അതിൻ്റെ പുറകെ നിന്നതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ ഒത്തിരി നാളുകൾ, ചിലപ്പോൾ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കാം. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് അതുപോലത്തെ ഇത് കിട്ടുന്നില്ല, ഇത്രയും വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്ന യു ഹാവ് ടു സ്റ്റോപ്പ് ട്രൈയിങ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലല്ല, അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലൈഫിൽ ഒന്നും നേടാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും നേടാനില്ല എന്നുള്ളതാണ്. ട്രാവൽ എനർജി കാണിക്കുന്നുണ്ട്, അപ്പോൾ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ സപ്പോർട്ട് ഉണ്ടാവണം, ദൈവികമായിട്ടുള്ള സപ്പോർട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തീർക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ട് ആദ്യം വിചാരിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അത് റിലീസ് ചെയ്യുന്ന രീതിയിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. നരസിംഹമൂർത്തിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ഈ ഒരു ചിന്തയോട് കൂടിയിട്ട്, ഈ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ പോവുക. ഇത് എൻഡിങ് ഫേസ് ആണ്, അത് എൻഡ് ചെയ്തു. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. നിങ്ങളത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ വഴിപാടുകൾ കഴിക്കാവുന്നതാണ്. പക്ഷേ പ്രാർത്ഥന ആയാലും മതിയാവും എന്നുള്ളതാണ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റിലീസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്തു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണ്ടുന്നൊരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്, ഐ അക്സെപ്റ്റ് ദിസ് ഗിഫ്റ്റ് ഓഫ് കംപ്ലീഷൻ എന്നുള്ളത് മനസ്സിൽ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് കിങ് ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്, പ്രണയ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രണയ സാധ്യതകൾ കാര്യങ്ങൾ പ്രണയത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അത്
തുടങ്ങുന്ന സമയത്ത് ഒറ്റയടിക്ക് ഈ ഒരു വ്യക്തി ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഇതിലേക്കൊന്നും പോകാതിരിക്കുക. കാരണം അത് റിലേഷൻഷിപ്പ് തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ അതിന് വേണ്ടുന്ന ടൈം എടുക്കാം. ഒരൊറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇനി ഞങ്ങൾ 7 ജന്മങ്ങൾ ഒന്നിച്ചാണെന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോകാതിരിക്കുക. അത് മനസ്സിലാക്കാൻ ടൈം എടുക്കുക. ഇപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കല്യാണം ആ ഒരു ഇതിലേക്ക് പോകാതിരിക്കുക. 2-3 തവണ അല്ലെങ്കിൽ കുറച്ചധികം തവണ മീറ്റ് ചെയ്ത് സംസാരിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഒരു ഫസ്റ്റ് ടൈം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നുള്ള രീതിയിലാവരുത്. സംസാരിച്ച് കുറച്ചെങ്കിലും ഒരു ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചായിക്കൊള്ളട്ടെ, ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ, പഠിത്തം, അതുപോലുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക്, ഹയർ എഡ്യൂക്കേഷൻ താല്പര്യമുള്ളവർക്ക് അതിന് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയവർക്ക് പുനരാരംഭിക്കാനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ, വായന, എഴുത്ത്, ഇതുപോലുള്ള കാര്യങ്ങൾ താല്പര്യം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ചിത്രം, രചന, പുസ്തകം, എഴുത്ത്, അതായത് കവിതകൾ, കഥകളൊക്കെ എഴുതാൻ കഴിവുള്ള ആളാണ് നിങ്ങൾ, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ഭാവിയിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള പുസ്തകം അല്ലെങ്കിൽ കവിതകൾ അച്ചടിച്ച് വരാനുള്ള ഒരു ഇതിലേക്ക് സാധ്യതയുണ്ട്. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ എഴുത്ത് തുടങ്ങുന്നു, അല്ലെങ്കിൽ കവിതയായിട്ട് അതേപോലെ കഥകളായിക്കൊള്ളട്ടെ, സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് എത്താൻ. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയൊരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതേപോലെ അക്കാഡമിക്സിൽ നിൽക്കുന്നവർ, പുസ്തകങ്ങളോട് അടുത്ത് നിൽക്കുന്നവർ, ഇപ്പോൾ ചിലപ്പോൾ ലൈബ്രറിയനായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്കൂൾ, കോളേജ് അതിൽ മേഖലയിൽ നിൽക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, അധ്യാപകരായിരിക്കാം, റിസർച്ച് അതുപോലുള്ള മേഖലയിൽ. ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും. അതേപോലെ കിങ് ഓഫ് സോർഡ്സ് ആൻഡ് പേജ് ഓഫ് വോൺസ് എനർജി, ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് വോൺസ് എനർജി കണക്ഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും, ഭയങ്കര എന്താ പറയുക, ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, എല്ലാത്തിനോടൊരു ക്യൂരിയോസിറ്റി ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ജീവിതത്തിൽ ആ ഒരു ഫേസാണ്, എന്താണ് കൗമാരം, യൗവനം, ആ പ്രായത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് പുതിയ പല കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള താല്പര്യം കൂടുതലുണ്ട്. ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഒന്നുമല്ല, എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണയും ഒരു ചിന്തയൊക്കെ കാണിക്കുന്നത്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ വളരെ ലിമിറ്റ്ലെസ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ്. അപ്പോൾ ഒരു യൂത്ത്ഫുൾ ഫീലിംഗ് ആണ്. അപ്പോൾ അതിനിപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കണം എന്നില്ല, പൊതുവെ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എല്ലാവരിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ചടഞ്ഞിരിക്കുക ആ ഒരു രീതിയല്ല, കുറച്ച് സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു രീതിയാണ്. ആ ഒരു എനർജി കാണിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ലൈഫിൽ ചില ആളുകൾ ലൈഫ് വീണ്ടും പുനർസൃഷ്ടിക്കുന്ന ഒരു എനർജി എന്ന് പറയാം. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഒരിടത്ത് വർക്ക് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ പണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടുണ്ട് അപ്പുറത്തേക്ക് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കും. ചിലപ്പോൾ നിങ്ങൾ ജോലി മാറുന്നുണ്ടാവും. അപ്പോൾ ജോലി മാറുമ്പോൾ ജോലി മേഖലയായിരിക്കും, ആ ഒരു ഫീൽഡിൽ നിന്ന് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫീൽഡ്, അതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് തുടക്കമായതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ചെറിയ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നാലും തിരക്കേടില്ലാത്ത ലെവലായിരിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചിലപ്പോൾ കുറച്ച് ശമ്പളം കുറവായിരിക്കും, വലിയ രീതിയിൽ കുറവല്ലെങ്കിലും. പക്ഷെ നിങ്ങളുടെ പാഷൻ അതാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളൊരു ഉറപ്പിലേക്ക്, അതായത് നിങ്ങൾ ധൈര്യമായിട്ട് ഉറച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് വേൾഡ് കാർഡ് എനർജിയാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റണം. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിച്ചത്. ബിലീഫ് സിസ്റ്റം ആസ് ഇൻ നിങ്ങൾ സ്പിരിച്വൽ റിലീജിയസ് ബിലീഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ചിന്ത സ്പിരിച്വാലിറ്റി വ്യത്യാസമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചില ആളുകളൊന്നും സന്യാസത്തിലേക്ക് ഡയറക്റ്റ്ലി പോകും. അപ്പോൾ അതായത് കാഷായ വസ്ത്രം ധരിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, ആ ഒരു ലെവലിലല്ല. നിങ്ങളുടേതായിട്ടുള്ള ടൈമിൽ കുറച്ച് സമയം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ബാക്കിയുള്ള സമയം നിങ്ങൾ ഈ ഒരു വേൾഡിൽ ഇപ്പോൾ നല്ലൊരു ജോലിയിലാണ് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ കുറച്ച് സമയം ആ സ്പിരിച്വാലിറ്റിക്കായിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളത് മാത്രം.
അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഈ ഒരു മാസം കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.